ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനും ആർ.എസ്.എസ്. നേതാവുമായ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കണ്ണൂരിലെ പ്രമുഖ ആർ.എസ്.എസ്. നേതാവാണ് കൂത്തുപറമ്പ് സ്വദേശിയായ സി സദാനന്ദൻ. അദ്ദേഹത്തിന് 1994-ലുണ്ടായ CPM ആർ.എസ്.എസ്. സംഘർഷത്തിൽ CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഇരു കാലുകളും നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് അദ്ദേഹം വീൽചെയറിലും പിന്നീട് വിപ്പുകാലിലുമൊക്കെയായിരുന്നു പൊതുപ്രവർത്തനത്തിൽ സജീവമായി കൊണ്ടിരുന്നത്. കൂത്തുപറമ്പിൽ നിന്ന് 2 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിനായി അവിടെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ദേശീയ നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് സി സദാനന്ദൻ. എന്തായാലും സംസ്ഥാനത്ത് ബി.ജെ.പിക്കുള്ളിൽ വലിയ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നതിനിടെയാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായി ഇപ്പോൾ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. CPM-നെതിരെ അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെയാണ് വലിയ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. സാധാരണ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത് ഏതെങ്കിലും മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ വെറുമൊരു പാർട്ടിക്കാരൻ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരിയല്ല, അത് അധാർമികതയാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് സദാനന്ദന്റെ യോഗ്യത എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അജിൻസ്, എന്തുകൊണ്ടായിരിക്കാം രാഷ്ട്രപതി സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക? രാഷ്ട്രപതി സ്വമേധയാ എടുക്കുന്ന തീരുമാനമല്ല. ഇത് കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് പ്രകാരം അവരെടുക്കുന്ന ഡിസിഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സർക്കാരിൻ്റെ ഡിസിഷനാണ്. നമ്മുടെ പാർലമെൻറ്റ് ബൈക്യാമറലാണ് 2 സഭകളുണ്ട്. ഒന്ന് അധോസഭയും ഒന്ന് ഉപരിസഭയാണ്. ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭ. രാജ്യസഭ എന്ന ആ വാക്കിനർത്ഥം തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ യോഗം ചേരുന്ന സ്ഥലമാണത്. അതിനെന്തുകൊണ്ടായിരിക്കും ഉപരിസഭ ആക്കി നിർത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ അധോസഭ, അതായത് ലോക്സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ബില്ലുകൾ വെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് വെറ്റ് ചെയ്യുന്നത്. അവർ വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെയാണുള്ളത്? ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തയക്കപ്പെടുന്ന പ്രതിനിധികളാണുള്ളത്. അതായത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ഒരു നിയമം, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു നിയമം, ഒരു ബില്ല് ഈ സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിന് എന്തെങ്കിലും രീതിയിൽ എതിരാണോ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറലിസത്തെ ബാധിക്കുന്ന ഒന്നാണോ എന്നൊക്കെ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുക. അതുകൂടാതെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന, അതായത് പൊളിറ്റിക്കൽ പാർട്ടികളിൽ പ്രവർത്തിക്കാത്ത ചില ആളുകളുണ്ടാവും, ചില പ്രധാന മേഖലകളിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ. അവരെയാണ് ഒരു 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം ഭരണഘടന പ്രസിഡന്റ് നൽകുന്നത്. അപ്പോൾ ഭരണഘടന പറയുന്നത് അവിടെ നിന്നാണ് സയൻസ്, അതുപോലെ ആർട്ട്, ലിറ്ററേച്ചർ എന്നീ മേഖലകളിൽ നിന്നുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല? രാഷ്ട്രീയമായ അഫിലിയേഷൻ ഉണ്ടാവാൻ പാടില്ല, ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിരിക്കാൻ പാടില്ല എന്നാണ് ഭരണഘടന ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ വെച്ച് ധാരാളം പേരെ ഇതുവരെ സ്വതന്ത്ര ഇന്ത്യയിൽ ധാരാളം പേരെ അതത് സർക്കാരുകൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതെല്ലാം വളരെ പ്രശസ്തരായ ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും സമീപ ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ, നടി രേഖ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നോമിനേഷനിൽ ചിലതെല്ലാം വിവാദവുമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരായുള്ള കേസുകളിൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചില ജഡ്ജിമാർ പിൽക്കാലത്ത് റിട്ടയർമെൻറ്റിന് ശേഷം രാജ്യസഭ അംഗമായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണം മോദി സർക്കാരിൻ്റെ കീഴിലുണ്ട്. രഞ്ജൻ ഗൊഗോയ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. നിരവധി വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിലുണ്ടായിരുന്നു. അദ്ദേഹം വിരമിച്ച ശേഷം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ മുൻകാല സർക്കാരുകളുടെ ചുവട് പിടിച്ച് മോദി സർക്കാർ കുറേ അധികം ആളുകളെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള അതത് ഡൊമൈനുകളിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? അവരുടെ ഒരു വിസ്ഡം, അവരുടെ മേഖലയിലുള്ള വിസ്ഡം അവിടെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് അവിടുത്തെ ഡിസ്കഷനിൽ. ഇപ്പോൾ ഭരണഘടന പറയുന്നത് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ സ്പോർട്സ് പറയുന്നില്ല. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ സോഷ്യൽ സർവീസും പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നോമിനേറ്റ് ചെയ്യപ്പെട്ട് സ്പോർട്സ് അതിൽ പറയുന്നൊരു മാനദണ്ഡമല്ല. സച്ചിൻ ടെണ്ടുൽക്കറെ 2012 UPA സർക്കാരാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഏത് മാനദണ്ഡം വെച്ചായിരിക്കും അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെടുകയെന്ന് വെച്ചാൽ സ്പോർട്സ് ഏതായാലും ഭരണഘടന പറയുന്നില്ല. അപ്പോൾ സോഷ്യൽ സർവീസ് സെക്ടറിലായിരിക്കും ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ആ ഭരണഘടനയുടെ ആ ഭാഗം കുറച്ച് ഫ്ലെക്സിബിളാണ്. സർക്കാരുകൾക്ക് അതിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ് അതിനൊരു ഉദാഹരണം. ഇപ്പോൾ സിനിമാടി രേഖ ഉണ്ടായിരുന്നു. അവർ ആർട്ട് എന്ന അർത്ഥത്തിൽ അവരെ നോമിനേറ്റ് ചെയ്യപ്പെടാം. ഇവരൊക്കെ അവിടെ നടത്തേണ്ട ഡിസ്കഷനിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയതെന്നുള്ളത് വേറെ ഡിബേറ്റബിളാണ്. പക്ഷേ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇതുവരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ സർക്കാരുകൾ പ്രത്യേക താല്പര്യമെടുത്ത് നോമിനേറ്റ് ചെയ്ത ആളുകളുണ്ട്. ഉദാഹരണത്തിന് സുരേഷ് ഗോപി
സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായിരുന്നു. അത് ആർട്ടല്ലേ? ആർട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2019 ലോക്സഭയിൽ മത്സരിക്കുന്നു, 2024 മത്സരിച്ച് ജയിക്കുന്നു. അത് ഒരർത്ഥത്തിൽ ഭരണഘടന എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമാണ്. ഇപ്പോൾ സ്വപൻ ദാസ് ഗുപ്ത എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ലിറ്ററേച്ചറിൻ്റെ പരിധിയിൽപ്പെടുത്തിയായി അദ്ദേഹത്തെ നോമിനേറ്റ് ഉണ്ടാവും മോദി സർക്കാർ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടെന്യൂർ കഴിഞ്ഞിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട സി സദാനന്ദൻ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയിൽ മത്സരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഭരണഘടനാപരമായ മാനദണ്ഡത്തിൻ്റെ ലംഘനമാണ് സദാനന്ദൻ നോമിനേഷൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം. കാരണം ഒരു പാർട്ടി അഫിലിയേഷന് വേണ്ടിയിട്ടല്ല നോമിനേഷൻ പ്രൊസീജിയർ ഭരണമാണ് വെച്ചിട്ടുള്ളത്. നോൺ പാർട്ടി, അതായത് പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത ഒരാളെ, അവരവരുടേതായ ഡൊമൈനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. ഇതാണ് ആദ്യത്തെ ഒരു ഗ്ലെയറിംഗ് പ്രശ്നം ഈ സദാനന്ദൻ്റെ ഇതിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ, ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരോ ചീഫ് ജസ്റ്റിസോ ഒക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട, രഞ്ജൻ ഗൊഗോയ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരു തരത്തിലുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. ഇപ്പോൾ ലോ എന്ന് പറയുന്ന കാര്യത്തിൽ നിയമവിശാരദൻ എന്ന അർത്ഥത്തിൽ രഞ്ജൻ ഗൊഗോയ് അതിൽ വലിയ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഈ ഡിസ്കഷനിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ബട്ട് അങ്ങനെ ഏതെങ്കിലും ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ആളായിരിക്കും സി സദാനന്ദൻ എന്ന് നിസ്സംശയം പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എന്താണ്? അദ്ദേഹം ഒരു RSSകാരനാണ്. ഒരു RSSകാരനായിരിക്കെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള യോഗ്യതയല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സദാനന്ദനെ എന്തിന് നോമിനേറ്റ് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ നോമിനേഷനിലൂടെ മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ BJPക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധം ഇട്ടുകൊടുക്കുക എന്നതിനപ്പുറം അതിന് വേറെ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കണ്ണൂരിലെ ദീർഘകാലം നീണ്ടു നിന്ന, ഇപ്പോൾ കുറച്ച് ശമിച്ച രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഞങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നറേറ്റീവാണ് നോർത്ത് ഇന്ത്യയിൽ RSSും BJPയും അവരുടെ മാധ്യമങ്ങളും പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല സത്യമെന്ന് നമുക്കറിയാം. അവിടെ ഏറ്റുമുട്ടലാണ് നടന്നിട്ടുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. കാരണം സി സദാനന്ദൻ്റെ കാല് വെട്ടിയതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടി ബന്ധുവായൊരു CPM പ്രവർത്തകൻ്റെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ജനാർദ്ദനൻ്റെ കാല് വെട്ടിമാറ്റിയിരുന്നു. അതിന് തൊട്ടുടനെയാണ്, അതിനുള്ള പ്രതികാരമായിട്ടാണ് സദാനന്ദൻ്റെ കാലുകൾ വെട്ടിമാറ്റുന്നത്. തൊട്ട് പിറ്റേ ദിവസം സുധീഷ് വധം നടക്കുന്നു. സുധീഷ് വധം എന്ന് പറഞ്ഞാൽ കേരള മനസ്സാക്ഷി ഞെട്ടിവിറച്ചതാണ്. സദാനന്ദൻ്റെ കാല് വെട്ടിയതിന് പ്രതികാരമായിട്ടാണ് സുധീഷിൻ്റെ കാല് വെട്ടുന്നത്. SFI നേതാവായിരുന്നു. അന്ന് കേരളം ഞെട്ടിവിറച്ചു പോയതാണ്. സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചാണ് അവർ കരഞ്ഞ് കിണപിടിച്ചിട്ടും ഇയാളെ വധിച്ചത്. അപ്പോൾ കണ്ണൂരിൽ നടന്നിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ള ഈ എന്താണ് പറയുക, ബ്ലഡി കോൺഫ്ലിക്റ്റിൽ ഒരു ഇര മാത്രമാണ് സദാനന്ദൻ. അതിനപ്പുറം അദ്ദേഹം കേരളത്തിനോ കണ്ണൂർ ജില്ലയ്ക്ക് ആകമാനമോ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ സർവീസ് നടത്തിയതായിട്ട് നമുക്കറിയില്ല. മുഴുവൻ മനുഷ്യർക്കും സ്വീകാര്യരാവുന്ന ഏതെങ്കിലും സംഭാവന അദ്ദേഹം നടത്തിയതായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാപരമായ ഒബ്ജക്റ്റീവ് സദാനന്ദൻ്റെ നോമിനേഷനിൽ പാലിക്കപ്പെട്ടില്ല എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ എക്സ്പെർട്ടൈസിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൊമൈൻ എക്സ്പെർട്ടൈസിൻ്റെ പേരിലല്ല അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രശസ്തനുമല്ല, അങ്ങനെ എന്തെങ്കിലും സംഭാവന മുഴുവൻ നൽകിയ ആളുമല്ല എന്നർത്ഥത്തിൽ. അപ്പോൾ ഇത് മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതാണ്. 2026 അസംബ്ലി ഇലക്ഷനിൽ സദാനന്ദനെ ഞങ്ങൾ രാജ്യസഭാ അംഗമാക്കി. അത് CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആയുധമാണ് എന്ന് പറയുക. അതിന് തികച്ചും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ളൊരു നോമിനേഷൻ മാത്രമാണത്. ആരെങ്കിലും ഒരു പക്ഷേ ഒരു പൊതു താല്പര്യ ഹർജിയോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലീഗലി ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാമെന്നല്ലാതെ ഭരണഘടന ഇതിന് കൃത്യമായ ഡെഫിനിഷൻ ഈ സോഷ്യൽ സർവീസിനോ ലിറ്ററേച്ചറിനോ സയൻസിനോ ഒന്നും നൽകാത്തതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പറയാൻ കഴിയില്ല. മുൻകാല സർക്കാരുകളുടെ നടപടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉദാഹരണത്തിന് രഘുറാം രാജൻ, അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എന്തായിട്ടാണ് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നൊരു ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ അദ്ദേഹം എക്കണോമിസ്റ്റാണ്, RBI ഗവർണറായിരുന്നു. RBI ഗവർണർ. പക്ഷെ അത് ഈ ഭരണഘടന പറഞ്ഞ കാര്യത്തിൽ ഏതാണ് വേണമെങ്കിൽ സയൻസിൽ പെടുത്താം. അപ്പോൾ ഇത് കുറച്ച് ഫ്ലെക്സിബിളാണ് ഭരണഘടനയുടെ ആ ഭാഗം. അതുകൊണ്ട് RSSകാരനായിരിക്കുക എന്നുള്ളത് സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി ഫ്ലെക്സിബിളായിട്ട് വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ കോടതിയിൽ സർക്കാർ അത് വാദിക്കാൻ കഴിയും എന്ന് മാത്രം. നിഷാദ്, ഒരു യോഗ്യതയുമില്ലാത്ത സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അതെന്ത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്?
അല്ല, തെറ്റായ സന്ദേശം മോദി സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അതൊരു പുതിയ സന്ദർഭമേ അല്ലല്ലോ. അതുകൊണ്ട് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ സി സദാനന്ദൻ രാജ്യസഭ MP ആയിരിക്കുന്നു. അപ്പോൾ ആദ്യ ആളുകൾ തപ്പിയത് അദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്ന് MP ആവുന്നതാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി വിവിധ മേഖലകളിൽ വിശിഷ്ട സേവനം നടത്തിയ ആളുകൾക്ക് കൊടുക്കുന്ന അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും കൗതുകം തോന്നി അദ്ദേഹത്തിൻ്റെ വിശിഷ്ട സേവനം ഏത് മേഖലയിലാണ്. പിന്നെയാണ് ആലോചിക്കുന്നത്, മോദിയാണല്ലോ ഭരിക്കുന്നത്. മോദി ഭരിക്കുമ്പോൾ ഇത്തരം സംഗതികൾക്ക് എന്താണ് വാല്യൂ? ഒരു വാല്യൂ ഇല്ല. അത് അവർ തീരുമാനിച്ചു. അപ്പോൾ സിംപിളി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അവരുടെ പാർട്ടിയിലെ ഒരാളെ പിടിച്ച് MP ആക്കുന്നു. അതിനൊരു കാരണമോ എന്തെങ്കിലും ഒരു വകുപ്പോ കണ്ടെത്തുന്നു. അതിനപ്പുറം സി സദാനന്ദൻ നമ്മുടെ നാട്ടിൽ എന്തോ വിശിഷ്ട സേവനം നടത്തിയ ഒരാൾ, മാതൃകാപരമായി ജീവിച്ച ഒരാൾ, അയാൾ ആദരിക്കപ്പെട്ടു എന്ന മട്ടിലൊരു പ്രചാരണം ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ അടക്കം കാർമ്മികത്തിൽ കേരളത്തിൽ വലിയ പണി നടക്കുന്നുണ്ട്. അതിലൊരു കാര്യവുമില്ല. BJP ഭരിക്കുമ്പോൾ അവർക്ക് ആരെയും MP ആക്കാം, ഏത് ഷെയ്ഡുള്ള ആളെയും MP ആക്കാം. അവർ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പിടിച്ച് ഭോപ്പാലിൽ നിന്ന് MP ആക്കിയ ആളാണ്. ഏത് സ്ഫോടന കേസിൽ പ്രതിയായ ആൾ. നിരഞ്ജൻ സിംഗ് സ്വാതിയെ വിദ്വേഷ പ്രചാരണം കൊണ്ട് ശ്രദ്ധയായിട്ടുള്ള ഒരാളെ MP ആക്കിയ ആളാണ്. അതാണ് BJPയുടെ രാഷ്ട്രീയ ധാർമ്മികത. അവരാരെയും ആക്കും. അതിൻ്റെ തുടർച്ചയിൽ അവരാരെയും ആക്കിയിരിക്കുന്നു. സദാനന്ദനെയും പിടിച്ച് MP ആക്കിയിരിക്കുന്നു. അതിലിപ്പോൾ ഇതാ കേരള അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശം എന്ന മട്ടിലൊക്കെ ചില ആളുകൾ മെഴുകുന്നത് കണ്ടു. അതിലൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിനെ എടുക്കുക, ഇദ്ദേഹത്തിൻ്റെ കാല് വെട്ടി CPMകാർ. അതിന് മുമ്പുണ്ടായ സംഭവം ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്? കുട്ടികളെ അനുമതിയില്ലാതെ RSSൻ്റെ പരിപാടിയിൽ കൊണ്ടുപോയത് ചോദ്യം ചെയ്തു. രാത്രിയാണ് കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനൊടുവിൽ അയാൾ ആക്രമിക്കപ്പെട്ടു, ചോദ്യം ചെയ്ത ആൾ. പിറ്റേന്ന് അതിന് മറുപടിയായി CPMകാർ ഇയാളെ ആക്രമിച്ചു. ഇയാളുടെ കാലിന് പരിക്കേറ്റു, 2 കാലും പോയി. അതിനുശേഷം മട്ടന്നൂരിൽ നിന്നാണ് ഈ നടക്കുന്നോർക്കണം. ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിൽ ആക്രമണം നടത്തുന്നു. എവിടെ? കൂത്തുപറമ്പിൽ സുധീഷിനെ കൊല്ലുന്നു. സുധീഷ് വേറെ വീട്ടിൽ കിടന്നുറങ്ങാണ്. അയാൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോട്ടെ, കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ പലതും ബന്ധമില്ലാത്ത ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന, ഈ മാധ്യമങ്ങളിൽ ചിലത് പറയുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശവാഹകൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് എൻ്റെ കാലുകൾ പോകാതിരുന്നുവെങ്കിൽ സുധീഷിന് ജീവനും പോകില്ലായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? അങ്ങനെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന മട്ടിൽ ആക്രമണോത്സുകനായി നിൽക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ആ ഹിംസ ചിന്തയാണ് എന്ന് വെളിവാക്കുന്നതാണല്ലോ ആ മറുപടി, അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് നമ്മൾ കേരളം കണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടൊരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ ഒരു സാധുവായ അധ്യാപകൻ, അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടണം എന്ന മട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. മോദി ഭരിക്കുമ്പോൾ മോദി പലതരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരെയും പശ്ചാത്തലമുള്ള ആൾക്കാരെയും ഒക്കെ വലിയ ആൾക്കാരാക്കി ഉയർത്തിയിട്ടുണ്ട്. ഒഡീഷയിൽ കാന്തമാലിൽ ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിനെയും 2 പിഞ്ചു മക്കളെയും തീയിലിട്ട് കൊന്നു കളഞ്ഞ കേസിലെ പ്രധാന സൂത്രധാരനെന്ന് ആക്ഷേപിക്കപ്പെട്ട ആൾ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്തരം കലാപങ്ങൾ, സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ചോരച്ചാലുകൾ, ഇതിൻ്റെ പേരിൽ റിവാർഡ് ചെയ്യപ്പെട്ടവർ ഏറ്റവും തലപ്പത്ത് മുതൽ താഴേക്ക് വരെയുണ്ട്. സോ അതുകൊണ്ട് സദാനന്ദൻ ഒരു ചെറിയ മീനായിട്ട് കണ്ടാൽ മതി ഇത്തരം സന്ദർഭങ്ങളിൽ. ഇതാണ് ഇവർക്ക് റിവാർഡ് ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഇവരുടെ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സംഗതികളാണ്. CPMമാരും അവിടെ അക്രമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ നോക്കൂ, നിങ്ങൾ ആലോചിക്കണം, ഒരു മട്ടന്നൂരിൽ നടക്കുന്ന ഒരു പ്രാദേശിക സംഭവത്തിൻ്റെ പേരിൽ സുധീഷിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ചെറിയ ആലോചന പോരാ അതിനകത്ത്. സുധീഷ് എന്ന് പറയുന്ന SFIയുടെ ഒരു നേതാവ് കൂത്തുപറമ്പിൽ പോയി കൊല്ലാം, സംഘർഷം വ്യാപിപ്പിക്കാം, എല്ലായിടത്തും അക്രമത്തിൻ്റെ ഒരു നിലയെടുക്കാമെന്ന് തീരുമാനിക്കുന്നതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആദരിക്കപ്പെടുന്നു എന്നാണ് ഇതിൽ കാണേണ്ട കാര്യം. അതിലെനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഇത് വെച്ച് ഇനിയിപ്പോൾ ഈ മാറിയ കാലത്ത്, ഇപ്പം പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ അങ്ങനെ സംഘർഷങ്ങളൊരു കാലമല്ല. RSSും CPMും തമ്മിൽ ഇപ്പോൾ സംഘർഷമില്ല. അവർ തന്നെയും പരസ്പരം ആലോചിച്ച് ഇനി സംഘർഷം വേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സദാനന്ദനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാൻ ശ്രമിച്ചാൽ, അക്രമ രാഷ്ട്രീയം ഇന്നിപ്പോൾ കേരളത്തിലൊരു ഹോട്ട് ടോപ്പിക്കേ അല്ല, ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അല്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട ഫിക്സ് ചെയ്യപ്പെടുന്നുമില്ല. ഇനി ഞങ്ങൾക്ക് കുറേ ബലിദാനികൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തെ അപരവൽക്കരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നേട്ടം ഉണ്ടാക്കുക എന്നൊരു പദ്ധതിയാണല്ലോ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് ലവ് ജിഹാദാണ്, കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങളാണ്. കേരളത്തിലേക്ക് നോക്കുമെന്ന് കർണാടക തെരഞ്ഞെടുപ്പിൽ വന്ന അമിത്ഷാ പ്രസംഗിച്ച നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ജിഹാദി സ്റ്റേറ്റാണ്, ഒരു തീവ്രവാദ നഴ്സറി സ്റ്റേറ്റാണ്. അവിടെ നമ്മുടെ ആളുകൾ ബലിദാനികളാക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസവും ഈ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ബലിദാനികളെക്കുറിച്ചാണ് സംസാരിച്ചത് മുഴുവൻ. അമിത്ഷാ. ഇവിടെ PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. PFI ഇപ്പോഴും പ്രവർത്തിക്കുന്നതിന് ആരാ ഉത്തരവാദിത്വം? നമ്മളാണോ? പിണറായി വിജയനാണോ? PFI അവർ നിരോധിച്ച സംഘടന ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞ അവരാണ്. അപ്പോൾ കേരളത്തെ ഇങ്ങനെ ഇല്ലാത്ത സംഗതികൾ പറഞ്ഞ് നിരന്തരമായിട്ട് അണീഷ് ചെയ്യുക എന്ന് പറഞ്ഞ് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോർത്തിൽ ഗുണം ഉണ്ടാക്കാനായിരിക്കും. ഇവിടെ എന്തായാലും അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ദാ നോക്കൂ, CPMകാർ, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ കാലുവെട്ടിക്കളഞ്ഞ ഒരാളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അവിടെ പോയിട്ട് പറയട്ടെ,
ഈ പറയുന്ന സദാനന്ദൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ മൈക്ക് കിട്ടുമ്പോൾ പറയട്ടെ അക്രമ രാഷ്ട്രീയത്തിന് താൻ എങ്ങനെ ഇരയാക്കപ്പെട്ടു എന്ന് മറുപടി പറയാൻ അവിടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആരാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, സദാനന്ദൻ അങ്ങനെ ഒരു നിഷ്കളങ്കനായിരുന്നില്ല എന്ന കാര്യം ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു വിശുദ്ധ മാലാഖയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും കൂടി ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എത്രയേ ഉള്ളൂ, മോദി ഭരിക്കുന്നു. മോദി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ എടുക്കുകയും ഏതെങ്കിലുമൊക്കെ പദവി ഏൽപ്പിക്കുകയും വിശുദ്ധരാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതിൽ പുതിയ കാര്യമൊന്നുമില്ല. പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ വിശുദ്ധനാക്കി ഉയർത്തിയ താമ്രപത്രത്തിന് താഴെ പോയി ഒപ്പിട്ട് കൊടുക്കുമെന്ന് മോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. യെസ്, അതാണ് പറഞ്ഞതുപോലെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത് ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് പോലെയുള്ള മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രമുഖരെയാണ്. പക്ഷേ ഇവിടെ സദാനന്ദൻ്റെ കാര്യത്തിൽ ആ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം.